റീൽ സ്ക്രോൾ ചെയ്ത് പോകരുത്. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താറില്ലേ? ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വയ്ക്കുക. ഇൻഷാ അല്ലാഹ്. അതായത് ഞാൻ ഒരു ദിക്ർ പറഞ്ഞുതരാം. ആ ദിക്ർ ചൊല്ലുവാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ 5 രീതിയിൽ ബഹുമാനിക്കും. ആരാ ബഹുമാനിക്കുന്നത്? അള്ളാഹു 5 രീതി ബഹുമാനിക്കും. എങ്ങനെയൊക്കെ? 1, 10 നന്മകൾ എഴുതപ്പെടും. 2, 10 തിന്മകൾ മായ്ക്കപ്പെടും. 3, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. 4, അന്നേ ദിവസം അവന് ശൈത്താന്റെ ഒരു ഉപദ്രവം ഉണ്ടാവൂല. ഓർത്തു നോക്കി. അന്ന് രാവിലെ അത് ദിക്ർ പൂർത്തിയാക്കുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര റാഹത്തായിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ 5-മത്തെ എന്താണ്? അന്നേ ദിവസം അവനേക്കാൾ അഫ്ദലായ ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടാവൂല. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നീ ദിക്ർ 100 പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം പറയുക. ഇപ്പൊ എന്റെ കൂടെ പറഞ്ഞപ്പോ 1 പൂർത്തിയായി. ബാക്കി 99 നിങ്ങൾ എന്തായാലും പൂർത്തിയാക്കുക. ഈ റീൽ ഏത് സമയത്താണോ ഏത് ദിവസമാണോ കാണുന്നത് ആ സമയത്ത്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ ചിലപ്പം മറന്നുപോയേക്കാം. അതിന്റെ പേരിൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കുക. അവരിങ്ങനെ ആ റീൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ മറന്നുപോകും, അയച്ചു കൊടുക്കുന്നവൻ ചൊല്ലും. മനസ്സിലാവുന്നല്ലോ? നാളെ ആഖിറത്ത് ഇത് എവിടെന്നാ പഠിച്ചത്, ഞാൻ ഇത്തരം നന്മകൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ കണ്ട് അത്ഭുതപ്പെടും. മനസ്സിലാവുന്നല്ലോ? ഇതൊക്കെ ഒരു നന്മ അറിയിച്ചതിന്റെ മഹത്വമാണിത്. അതുകൊണ്ട് മാക്സിമം ഈ റീൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞ് ബാക്കി 99 ഇത് ഏത് ദിവസമാണ് റീല് കാണുന്നത് ആ ദിവസം പൂർത്തിയാക്കിയിരിക്കണം ഇൻഷാ അല്ലാഹ്.